പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നി ഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദനെതിരെയാണ് തസ്നി ഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം സത്യം പറഞ്ഞാലേ ഇതൊരു പുതുമുഖ നടിയാണോ എന്നൊന്നും എനിക്ക് വലിയ പിടുത്തുണ്ടാവില്ല. എനിക്കറിയില്ല, എന്റെ പ്രശ്നമാണ്. എന്തായാലും ഇന്ന് വി.ഡി. സതീശൻ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു. ഇപ്പോൾ വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വി.ഡി. സതീശൻ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ 1-2 ജില്ലകളൊക്കെ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ, ആളുകൾ അശരണരായി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇങ്ങനെ ദുരന്ത നിവാരണ സമിതിയുടെ സേനയുടെ അധ്യക്ഷനായിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടും, അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഒരിക്കലും എവിടെയും പോയിട്ട് തിന്നാൻ പാടില്ല എന്നൊന്നല്ല. പക്ഷേ സന്ദർഭം ഇതാണോ? ഒരു സൽക്കാരത്തിന് പോകേണ്ട സന്ദർഭം ഇതാണോ? ഒരു ഉദ്ഘാടനത്തിന് പോകേണ്ട സന്ദർഭം ഇതാണോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം വിമർശനങ്ങൾ വി.ഡി. സതീശന് എതിരെ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെല്ലാം തന്റെ വാഗ്ധോരണി കൊണ്ട് അദ്ദേഹം മറികടക്കുമെന്നുള്ള കാര്യത്തിലും എനിക്ക് വലിയൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ചോദ്യം അവിടെ ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കും. എല്ലാവർക്കും ഉത്തരം അറിയാമെന്നിരിക്കെ ചോദ്യം തന്നെയായിട്ട് അവശേഷിക്കും. അത് ശരിയല്ല മുഖ്യൻ എന്ന് ആളുകൾക്ക് എല്ലാവർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. കാരണം നമ്മുടെ ഒരു പരിചയം, ഒരു മുൻകാല പരിചയം അതല്ല. എല്ലാ തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്സുകളും ആരോടൊക്കെ എങ്ങോട്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഈ സമയത്ത് ആ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആളുകളെ കാണാൻ ചെല്ലുക, അവർക്കൊരു ആശ്വാസവാക്ക് നൽകുക എന്നതിന് പകരമായിട്ട് നമ്മുടെ വി.ഡി. സതീശൻ മേനോൻ ചെയ്തത് ചില ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുകയാണ്. ഇനി ആ ഉദ്ഘാടനം കണ്ടോളൂ. അവിടെ നമുക്ക് ഒരാളെ കാണാം. അവരാണ് പുതുമുഖ നടി ഐശ്വര്യ എന്നാണ് അവരെ പറ്റി പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോഴാണ് തസ്നി ഖാൻ ഇങ്ങനത്തെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. ആ കമന്റ് ഇപ്പോൾ അവിടെ കാണാനില്ല. പക്ഷെ നമ്മളത് കുറച്ചു മുമ്പ് എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതുകൊണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ആ കമന്റ്. ഞാനത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം കേട്ടോ. ഇതിലിങ്ങനെയാണ്: എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ, ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ചു വരികയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു എന്നാണ് നമ്മുടെ ഇവരിപ്പോ പറയുന്നത്. തസ്നി ഖാന് ഇവിടെ നമ്മുടെ ആ ഒരു നടി ധരിച്ച ഡ്രസ്സ് ഉണ്ടല്ലോ, വേണമെങ്കിൽ ആ ഡ്രസ്സ് ഒന്നുകൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ആ ഡ്രസ്സ്. നിങ്ങൾക്കത് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നും വിചാരിക്കുന്നു, കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു വിചാരിക്കുന്നു. ഈ ഒരു ഡ്രസ്സ് ഒട്ടും മാന്യമല്ലാത്ത ഡ്രസ്സാണ് എന്നാണ് നമ്മുടെ തസ്നി ഖാൻ പറയുന്നത്. പലപ്പോഴും ഇത്തരം ഡ്രസ്സുകളൊക്കെ ഇട്ട് വരുമ്പോൾ, ഒരു സദസ്സിലേക്ക് വരുമ്പോൾ അത് ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടോ, അവിടേക്ക് ആരെങ്കിലുമൊക്കെ ചൂഴ്ഞ്ഞു നോക്കുന്നുണ്ടോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മാറിടൊക്കെ, ഒരു അല്പം ഹാഫ് പോർഷനൊക്കെ വിസിബിൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ മാറിടൊക്കെ ഇങ്ങനെ വിസിബിൾ ആവുന്ന രീതിയിൽ, പരിപൂർണമായിട്ടല്ല, ഹാഫ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരേണ്ടതുണ്ടോ എന്നാണ് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തസ്നി ഖാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് അഭിപ്രായം കേട്ടോ. ഒപ്പം തന്നെ തസ്നി ഖാന്റെ അഭിപ്രായങ്ങൾ രസകരമായ ഒന്ന്, നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന അഭിപ്രായമുള്ള ഒരാളാണ്. തോണ്ടിനൊക്കെ സോഷ്യൽ മീഡിയ കയറിയിട്ട് കരഞ്ഞ് ബഹളം വെച്ച് പറഞ്ഞിട്ട് എന്താ അതിലിരിക്കുന്നത്? നമ്മള് ചീപ്പാവുള്ളത്. നിസ്സാര കാര്യങ്ങളൊക്കെ തൊട്ടീനും തോട്ടീനൊക്കെ അവൻ അങ്ങനെയല്ല, അവൻ ഇങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവൻ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ശരിയാണ്. പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനത്തെ ഒരു കമന്റ് അടിച്ചത് എന്നുള്ളതൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ചോദ്യമാണ്. പക്ഷെ എന്തായാലും മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ മാന്യമായി ഈ വസ്ത്രം ധരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ തസ്നി ഖാൻ പറയുന്നത്. ഒരുപക്ഷെ തസ്നി ഖാൻ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അമാന്യം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് തന്നെ കരുതണം. ഇതിന്റെ താഴത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് കമന്റുകൾ. എല്ലാവരും അതിന് ഓക്കെ, ശരിയാണെന്നൊക്കെ നോക്കുമ്പോൾ ഒരാൾ മാത്രം ഭയങ്കര രസകരമായിട്ടൊരു കമന്റ് എഴുതിയിട്ടുണ്ട്. എങ്ങനെ എന്ത് വസ്ത്രം ധരിക്കണമെന്നത് ജനാധിപത്യ മര്യാദകൾക്ക് അനുസരിച്ചായിരിക്കണം. പൊതുസ്ഥലങ്ങളിലും പൊതുപരിപാടികളിലും, അതായത് ഗവൺമെന്റ് ഓഫീസുകളിലും പൊതുചടങ്ങുകളിലും കോടതികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പാലിക്കേണ്ട മിനിമം ഡിക്കോറം
പാലിക്കുകയും വേണം. ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുമ്പോൾ അത്യാവശ്യം ജനാധിപത്യ മര്യാദകൾ പാലിക്കേണ്ട വിവേകവും വകതിരിവും പ്രകടിപ്പിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. എന്ത് വസ്ത്രം ധരിക്കണം, നമ്മൾ എങ്ങനെ നടക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ മാത്രം ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ ഒരു കംഫർട്ടാണത്. ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കംഫർട്ടാണ്. നമുക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു. ഈ ഒരു വസ്ത്രം കൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ളൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ ആർക്കും പിന്നെ ഒന്നും ഫീൽ ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇപ്പൊ ആ പുതുമുഖ നടിക്ക് അങ്ങനെ ഒരല്പ സ്വല്പമൊക്കെ മാറിടം എന്താ പറയുക ക്ലീവേജ് ഒക്കെ വിസിബിൾ ആവുന്ന ആ വസ്ത്രം ധരിക്കുന്നത് അവർക്കൊരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ നാട്ടുകാർക്ക് ആർക്കും അതിലൊരു വിഷമം ഉണ്ടാവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം വിഷമം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോൾ ഒരു ഗംഭീര ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആ വസ്ത്രത്തിന്റെ പിന്നാലുള്ള ചർച്ചകളേക്കാൾ അപ്പുറം എന്താണ് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതും ഒരു ഉരുൾപൊട്ടലും മഴവെള്ള കെട്ടും അതിന്റെ ഭാഗമായിട്ട് ആളുകൾ വീട് നഷ്ടപ്പെടുകയും 8ഓളം പേര് 3 കുഞ്ഞുങ്ങളടക്കം 8ഓളം പേര് മരണപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്കും ഒപ്പം തന്നെ ഈ എന്താണ് സദ്യ കഴിക്കാൻ പോവുകയും ബിരിയാണി കഴിക്കാൻ പോവുകയും അങ്ങനെ സൗഹൃദ സന്ദർശനത്തിന് പോകേണ്ട സമയമാണോ ഇത് എന്ന് ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന പരിപാടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണം. ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ്. എന്തായാലും അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം, ഒന്നുമെങ്കിൽ അദ്ദേഹം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോവുകയോ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കുമെന്നോ ഞാൻ ചുമതല മുഴുവൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിനു നോക്കണം എന്നൊക്കെ പറയാം. എന്നാലും ആസ് എ മുഖ്യമന്ത്രി നമ്മൾ ഇത്ര കാലം കണ്ട് ശീലിച്ച ഒരു രീതി വെച്ച് നോക്കുന്ന സമയത്ത് അതും ദുരന്ത നിവാരണ സേനയുടെ ഒരു തലപ്പത്ത് ഇദ്ദേഹമാണെന്നിരിക്കെ ഇങ്ങനെ പോകുന്നതിൽ എന്തൊക്കെയോ ഒരു ശരികേടുണ്ട് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ബൈ.